ഇനി നമ്മൾ ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് പ്രിൻസസ് കട്ടിൻ്റെ സിമ്പിളായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിനായിട്ട് ആദ്യം മെഷർമെൻറ്റ് ലെങ്ത്താണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. ലെങ്ത്ത് 14 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്. പിന്നെ വരുന്നത് ബ്രസ്റ്റ് വിത്താണ്. ബ്രസ്റ്റ് വിത്ത് 31.5 ഇഞ്ചാണ് ബ്രസ്റ്റ് വിത്ത് വരുന്നത്. അതിൻ്റെ 4.1 7.8 വരുന്നത്. പിന്നെ വരുന്നത് ചെസ്റ്റും ബ്രസ്റ്റും ഒക്കെ ഏകദേശം ഒന്നായതുകൊണ്ടാണ് ആ മെഷർമെൻറ്റ് തന്നെ പറയുന്നത്. പിന്നെ വേസ്റ്റ് വരുന്നത് 27നെ 4 ഡിവൈഡ് ചെയ്ത് 6.7. പിന്നെ ഷോൾഡർ 15 മൈനസ് 3 വരുമ്പോൾ 12 വരും. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 6 ഇഞ്ചാണ് വരുന്നത്. 6 ഇഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഷോൾഡർ കറക്റ്റ് മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ബാക്ക് നെക്കിനോട് ബന്ധപ്പെട്ടാണ് ഈ 15 മൈനസ് 3 വരുന്നത്. അപ്പോൾ ഷോൾഡർ കറക്റ്റ് ഫിറ്റിങ് കിട്ടും. അത് കഴിഞ്ഞ് വരുന്നത് ആം ഹോളാണ്. ആം ഹോള് 14 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്. ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 7 ഇഞ്ച് വരും. പിന്നെ വരുന്നത് സ്ലീവ് ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. പിന്നെ സ്ലീവ് വിത്താണ് വരുന്നത്. സ്ലീവ് വിത്ത് 10.8 വരുന്നത്. അപ്പോൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെ വരുന്നത് ഫ്രണ്ട് നെക്ക് 5.5, ബാക്ക് നെക്ക് 7. പിന്നെ ബ്രസ്റ്റ് ലെങ്ത്തും 9. ഒരു 2 ബ്രസ്റ്റും തമ്മിലുള്ള അകലം വരുന്നത് 7 ഇഞ്ചാണ്. പിന്നെ താഴെ എഴുതിയിരിക്കുന്നത് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോഴേക്കും പറയാവുന്ന അളവാണ്. അപ്പോൾ കട്ടിങ്ങിലോട്ട് പോകാം. ബാക്ക് ഓപ്പൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഈ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ഈ സൈഡിലോട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2ആയിട്ട് മടക്കിയാണ് മെറ്റീരിയൽ ഇട്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു തയ്യൽത്തുമ്പിനായിട്ട് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്ത് തയ്യൽത്തുമ്പിനായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് ലൈൻ വെച്ച് സ്ട്രെയിറ്റ് ആക്കുക. അതിനുശേഷം തയ്യൽത്തുമ്പിനായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്നാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. മുകൾ ഭാഗത്തോട്ട് ലെങ്ത്ത് 14.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഷോൾഡർ വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ആ വരുന്ന 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത ഈ ലൈനിൽ നിന്ന് ഇപ്പുറത്തോട്ട് വെച്ച് വേണം 6 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട്. 6 ഇഞ്ച് മാറ്റിയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി മാർക്ക് ചെയ്ത് അതിനുശേഷം താഴോട്ട് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് ആദ്യം ഇവിടെ നിന്നൊന്ന് 6 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് ഇതുപോലെ വെച്ചിട്ട് 6 ഇഞ്ചിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ചിട്ട് 6 ഇഞ്ച് ലൈനിൽ നിന്ന് ഇപ്പുറത്തോട്ട് വേണം ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താൻ. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ചെസ്റ്റിൻ്റെയൊക്കെ മെഷർമെൻറ്റ് സെയിം ആയതുകൊണ്ട് അത് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. 7.8 വരുന്നത്. അപ്പോൾ അത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ ആദ്യം ഒരു ലൈൻ വരച്ച് അതിനുശേഷം അതിൻ്റെ ബ്രസ്റ്റിൻ്റെ 4 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 7.8 വരുന്നത്. അതൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1.25 ഇഞ്ച് തയ്യൽത്തുമ്പാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 വേണ്ട, 1.25 ഇഞ്ച് തയ്യൽത്തുമ്പ് മതി. അപ്പോൾ 1.25 ഇഞ്ച് തയ്യൽത്തുമ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താഴെ വേസ്റ്റിൻ്റെ 4 ആ ലൈനിൽ നിന്ന് ഇപ്പുറത്തോട്ട് മാറ്റി വേസ്റ്റിൻ്റെ 4 ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ബാക്കിൽ ടക്ക് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക.
വേസ്റ്റിൻ്റെ 4/1 6.7 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം 1 ഇഞ്ച് ടക്കിൻ്റെ വിത്ത് മാർക്ക് ചെയ്യാനാണ്. 1/2 ഇഞ്ച് വെച്ച് ടക്ക് ഇട്ടുകൊണ്ട് അത് മാർക്ക് ചെയ്ത് അതിന് ശേഷം 1.25 ഇഞ്ച് തയ്യൽത്തുമ്പം മാർക്ക് ചെയ്തു. ആ 1 ഇഞ്ച് ടക്കിൻ്റെ പോയിൻ്റോട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ തയ്യൽത്തുമ്പിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ ടക്കിൻ്റെ പോയിൻ്റ് അടയാളപ്പെടുത്തുന്നതാണ് 3.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ബ്രസ്റ്റിൻ്റെ 2 ബ്രസ്റ്റ് നമ്മൾ അകലത്തിൻ്റെ ആ മെഷർമെൻറ്റിൽ തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. 3.5 ഇഞ്ചിൽ ലെങ്ത്തിൽ 3.5 ഇഞ്ചിലാണ് വീതിയിലുമാണ് മാർക്ക് ചെയ്തേക്കുക. അതിനുശേഷം ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക, സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ ലെങ്ത്ത്, പിന്നെ ബാക്ക് ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. ഇപ്പോൾ 7 ഇഞ്ച് ഒരു 4 ഇഞ്ച് കൂടി കൂട്ടിയാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ സ്ലോപ്പ് ഉള്ളിലോട്ടാണ് മാർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ശേഷം ഇതുപോലെ ഒന്ന് ബോക്സായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ശേഷം ആം ഹോൾ മാർക്ക് ചെയ്യാനായി ആദ്യം ഒന്ന് നെക്കിൻ്റെ ഷേപ്പ് ഏതാണ് അതൊന്ന് വരച്ചു കൊടുക്കുക. നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെയാണ് വരുന്നത്, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചിൻ്റെ പാതി 3 ഇഞ്ച് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആം ഹോൾ കർവ് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കുക ആം ഹോള് കറക്റ്റാണോന്ന്. 7 ഇഞ്ചാണ് ആം ഹോള്, അത് കറക്റ്റായിട്ടുണ്ട്. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കൂട്ടിയും കുറച്ചോ ഒന്ന് ആം ഹോളിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ചെയ്തിട്ട് വരയ്ക്കേണ്ടതാണ്. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഉള്ളിലോട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ. അതിനുശേഷം 4 ഇഞ്ച് ഉള്ളിലോട്ടാക്കി ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഉള്ളിൽ ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് അറേഞ്ച് ആ പോയിന്റിൽ നിന്ന് ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. നെക്ക് പെർഫെക്റ്റ് ആയിട്ടിരിക്കാനായിട്ടാണ്. അതുപോലെ ഒന്ന് ആ ലൈനിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ അവിടെ മാത്രമാണ് കുറച്ച് കട്ട് ചെയ്യുന്നത്, ബാക്കി താഴ്ഭാഗത്ത് അറേഞ്ച് ഇട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ പോയിൻ്റ് കൂടി ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ മെറ്റീരിയൽ ഓപ്പൺ അല്ലാത്ത ഭാഗമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഫ്രണ്ട് സൈഡ് ഓപ്പൺ അല്ലാത്ത ഭാഗം നമ്മുടെ നേരെ വെച്ചിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് ഷോൾഡർ ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. 1/2 ഇഞ്ച് താഴ്ത്തുമ്പോൾ മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് 6 ഇഞ്ച്. താഴെ ഇതുപോലെ ഒന്ന് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴത്തോട്ട് ഇതുപോലെ ഒന്ന് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അതിനുശേഷം ഫ്രണ്ട് ആം ഹോൾ ഉള്ളിലോട്ടൊരു 3/4 ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ടാക്കി വരച്ചിട്ട് കുഴിച്ചതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടാനായിട്ടാണ്. 3/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ടാക്കി സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ലൈൻ വരച്ചു കൊടുക്കുക.
ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് അതിൻ്റെ തയ്യൽത്തുമ്പ് 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് ബ്രസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക. തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. തയ്യൽത്തുമ്പും കൂട്ടി മാർക്ക് ചെയ്യുമ്പോഴേക്കും 1/2 ഇഞ്ച് കൂടി കൂട്ടി മാർക്ക് ചെയ്യുക. തയ്യൽത്തുമ്പ് കുറച്ച് മാർക്ക് ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ടുള്ള ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റിൻ്റെ വിത്ത് താഴെ മുന്നേ എഴുതി വെച്ചതുപോലെ ബ്രസ്റ്റിൻ്റെ വിത്തിൻ്റെ ഒപ്പം 4/1 ഒപ്പം ചെസ്റ്റിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്തുന്നത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒപ്പം പ്ലസ് ചെയ്ത 2.25 ഇഞ്ച് കൂടി പ്ലസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ അവിടെ ആ ബ്രസ്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒപ്പം 1.5 ഇഞ്ച് കൂടി പ്ലസ് ചെയ്തിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ടാണ് 2.25 വരുന്നത് ചെസ്റ്റിൻ്റെ അവിടെ. അല്ലെങ്കിൽ 2 ഇഞ്ചാണ് നോർമൽ ബ്ലൗസ് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിന് വരുന്നത്. അതുപോലെ ബ്രസ്റ്റിൻ്റെ അവിടെ ആണെങ്കിൽ 1.25 ഇഞ്ചാണ് വരുന്നത്. ഇപ്പോൾ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ചെസ്റ്റിൻ്റെ 4/1 ഒപ്പം 2.25 ഇഞ്ച് കൂടി കൂട്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്ത് 10.1 ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ബ്രസ്റ്റിൻ്റെ 4/1 വരുന്നത് 7.8 അതിൻ്റെ കൂടെ 2.25 ഇഞ്ച് കൂടി കൂട്ടി 10.1 ഇവിടെ ചെസ്റ്റിൻ്റെ ലൈനിൽ മാർക്ക് ചെയ്യുന്നത്. ചിലർക്ക് ചെസ്റ്റിൻ്റെയും ബ്രസ്റ്റിൻ്റെയും മെഷർമെൻറ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് വേണം മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ അളവിൽ ചെസ്റ്റിൻ്റെയും ബ്രസ്റ്റിൻ്റെയും സെയിം തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ 7.8 തന്നെ രണ്ട് സ്ഥലത്തും വരുന്നത്. അതിൻ്റെ ഒപ്പം 2.25 ഇഞ്ച് കൂടി കൂട്ടി 10.1 മാർക്ക് ചെയ്യുന്നത്. ആ 10.1 മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് 1.25 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ ഒപ്പം 7.8 ഒപ്പം 1.5 കൂടി കൂട്ടി 9.37 മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 1.25 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി മാർക്ക് ചെയ്യണതാണ്. അതിനുശേഷം താഴോട്ട് അണ്ടർ ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെറിയ സൈസിനൊക്കെ 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയാകും. ഇതുപോലെ 3 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുത്ത് ലൈൻ വരച്ചെടുക്കുക. അതിനുശേഷം ഈ 2 പോയിൻറ്റും കൂടി ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ തയ്യൽത്തുമ്പിൻ്റെ അവിടെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം മാർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ആം ഹോൾ കുഴിച്ച് വെട്ടാനായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനിൽ നിന്ന് ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണ അത് ഫസ്റ്റ് ലൈനോട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ബ്രസ്റ്റിൻ്റെ ലൈനിൻ്റെ അവിടെ നിന്ന് 2 ബ്രസ്റ്റ് തമ്മിൽ അകലം 3.5 7 ഇഞ്ച് വന്നുകൊണ്ട് 3.5 മാർക്ക് ചെയ്യുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ മുന്നേ വരച്ച ആ പോയിൻറ്റിലോട്ട് ഇതുപോലെ ഒന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആ പോയിൻറ്റിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക മുകളിലോട്ട്. ആ
പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് രണ്ടാമത് വരച്ച ലൈൻ്റെ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ആ 1.5 ഇഞ്ചിന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ താഴോട്ട് ലൈൻ വരച്ചു കൊടുക്കുക. ആ ഭാഗത്ത് ആം ഹോള് വരയ്ക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വെച്ച് ഈ ഭാഗത്ത് ആ ലൈനിൽ കൂടി ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുഴിച്ചൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടത്തെ ഈ ഭാഗത്ത് വന്നിരിക്കുന്ന മെഷർമെൻറ്റാണ് അളന്നത്. അത് വരുന്നത് 9.3 അപ്പോൾ അതിൽ നിന്ന് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മൈനസ് ചെയ്യണം. ടക്കിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ആ ഭാഗത്ത് വന്നിരിക്കുന്ന മെഷർമെൻറ്റിൽ നിന്ന് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മൈനസ് ചെയ്തപ്പോൾ 2.5 കിട്ടിയത്. അതിൽ നിന്ന് തയ്യൽത്തുമ്പ് പോയിൻറ്റ് 1/4 ഇഞ്ച് കൂടി 7.75 മൈനസ് ചെയ്തിട്ട് 1.8 കിട്ടിയത്. അതിൻ്റെ 1.8 സെൻറ്റർ വെച്ചിട്ട് 2 സൈഡിലോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ വേസ്റ്റ് ലൈനിൽ വന്നിരിക്കുന്ന മെഷർമെൻറ്റിൽ നിന്ന് ഒറിജിനൽ വേസ്റ്റ് റൗണ്ട് മൈനസ് ചെയ്ത് കിട്ടുന്നതിന് 1/4 ഇഞ്ച് തയ്യൽത്തും കൂടി മൈനസ് ചെയ്തിട്ട് വരുന്നതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഇതുപോലെ ഡാത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ബാക്ക് പീസ് വെച്ചിട്ട് കറക്റ്റ് ലെങ്ത്ത് അവിടെ സ്ലോപ്പ് വന്നേക്കണമുണ്ട്. ഈ അരികിൽ നിന്ന് വരുന്ന ലെങ്ത്ത് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഈ ഡാട്ടിൻ്റെ താഴോട്ടിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ബ്രസ്റ്റിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റ് പോയിൻ്റായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കണം. ബ്രസ്റ്റിൻ്റെ ഷേപ്പ് പോലെ ഇതുപോലെ ഉള്ളിലോ ആ നടുഭാഗത്തോട്ടാക്കിക്കൊണ്ട് ഒന്നിതുപോലെ ഷേപ്പിലാക്കി ഒന്ന് വരച്ച് താഴെ ഇതുപോലെ ഒന്ന് ഷേപ്പിലാക്കി ഒന്ന് വരച്ചു കൊടുക്കുക. കൂർത്ത് നിൽക്കാത്ത രീതിയിൽ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് വരച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ വിത്ത് മാർക്ക് ചെയ്തിട്ടില്ല. നെക്കിൻ്റെ വിത്ത് മാർക്ക് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് അതുപോലെ 3 ഇഞ്ച് നെക്കിൻ്റെ വിത്ത് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ബോക്സ് പോലെ വരച്ചെടുക്കുക. അതിനുശേഷം സ്ക്വയർ നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് അരയിഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. അത് ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഉള്ളിലോട്ട് 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉള്ള മെത്തേഡാണ്. ഈ രീതിയിൽ പെർഫെക്റ്റായിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഉള്ളിലോട്ടാക്കി വരച്ച ആ ഷേപ്പ് അനുസരിച്ച് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആ ഒരു ഷേപ്പിലങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്യുന്നത് സ്ലീവാണ്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇത് 4 ബാക്കും 2 സ്ലീവും കട്ട് ചെയ്യാനായിട്ട് 4 ഇതുപോലെ മടക്കിയിട്ടിരിക്കുന്നതാണ്. അതിനുശേഷം അരയിഞ്ച് മാർക്ക് ചെയ്ത് തയ്യൽത്തുമ്പ് താഴെ, അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. മുകളിലോട്ട് അരയിഞ്ച് മുകളിലും തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക. മുകൾ ഭാഗത്തു നിന്ന്
താഴോട്ട് 3.5 ഇഞ്ച്, ആ രണ്ടാമത്തെ ലൈനിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴോട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 7 ഇഞ്ചാണ് ആം ഹോൾ വരുന്നത്, അപ്പോൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ തന്നെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടാനുള്ളത് കൂടി ഒന്ന് ഇതേപോലെ ഇങ്ങനെ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ തയ്യൽത്തുമ്പ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.25 ഇഞ്ച് താഴെ സ്ലീവിൻ്റെ 2-1 മാർക്ക് ചെയ്യുക. വിത്തിൻ്റെ 2-1 മാർക്ക് ചെയ്യുക. അതിൻ്റെ ഒപ്പം തയ്യൽത്തുമ്പ് കൂടി മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടമാവുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴേക്കും ഫ്രണ്ട് ആം ഹോൾ കൂടി കുഴിച്ച് കട്ട് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. താങ്ക് യു.